മാറിയിട്ടുണ്ട്. ഇവിടെ പിന്നെ ഞാൻ കുറേ കോബിൾ സ്റ്റോണൊക്കെ അയൺ പിക്കാക്സുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പോയിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ 3-ാമത്തെ എപ്പിസോഡായിട്ട് ഞാൻ വന്നിരിക്കുന്നുള്ളത്. ഇതിനു മുമ്പേ ഞാൻ 3-ാമത്തെ എപ്പിസോഡ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആകെ കൊളായി, അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇത് പിന്നെ 3-ാമത്തെ എപ്പിസോഡ് എടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മലേൻ്റെ മുകളിലും ഇതിൻ്റെ അടിയിലൊക്കെ പോയി അയണപ്പായിരുന്നു. 3-ാമത്തെ എപ്പിസോഡിൽ ഇത് 3-ാമത്തെ എപ്പിസോഡിൽ ഞാൻ കണ്ടെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ പോയിട്ടൊരു കേവ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. കേവിൽ ഇതാ അവിടെ ഫുള്ള് ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് റെസ്റ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും കേവിൽ കയറുമ്പോൾ തന്നെ നല്ല ക്രീപ്പി സൗണ്ട് കാണും. അത് മസ്റ്റാ ഗൈസ്, പേടിക്കണമെങ്കിൽ തന്നെ നിറയെ റെസ്റ്റും കിട്ടല്ലേ. ഇത് അയമ്പിക്കാക്കുണ്ടാക്കണമെന്ന് എപ്പോഴും അറിയണേ, അല്ലെങ്കിൽ കുറച്ചും കൂടി കിട്ടിയിരുന്നു. പക്ഷേ ഞാൻ എന്താ പൊട്ടണം ചെയ്യും. മുകളിൽ കയറാൻ പറ്റില്ലല്ലോ. ഇതിന് മുകളിൽ കയറാൻ കുറച്ച് പാടട്ടോ ഗൈസ്. ഇങ്ങനെ വെച്ചിട്ടെന്ന് വെച്ചാൽ സോംബികളൊന്നും കയറിയാതിരിക്കാനാണ്. എനിക്ക് മാത്രം കയറിയാൽ മതി, അതിനാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇനി മുതൽ നമ്മൾ ഡെയിലി മാക്സിമം വീഡിടാൻ നോക്കും. അത് ഞാൻ അപ്പോഴേ പറഞ്ഞേക്കാം. എൻ്റെ അമ്മ രാത്രി ഇത്രയും പെട്ടെന്ന് രാത്രി ഗൈസ് ഞാൻ പറഞ്ഞു. ഈ റെഡ് സ്റ്റോ എന്തിനാന്ന് വെച്ചാൽ കോമ്പസ് ഉണ്ടാക്കാനാ. കോമ്പസ് എങ്ങനെ ഉണ്ടാക്കപ്പോൾ എനിക്ക് അറിയില്ല ഗൈസ്. കോമ്പസ് ഉണ്ടാക്കാൻ അറിയെങ്കിൽ കോമ്പസ് ഇതാ എന്തൊക്കെയാ വേണ്ടേ. അയണാ എൻ്റെ അയണ്ട് ഗൈസ്. അയൺ വേസ്റ്റ് ആവും. കറക്റ്റ് 4 അയൺ. ആ 4 അയണും ഇന്ന് പോയി കിട്ടും. കോമ്പസ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മളെ കോമ്പസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വഴി കാട്ടും യന്ത്രമേ വഴി കാട്ടൂ. തൽക്കാലം ഞാൻ വെച്ചാൽ ലൊക്കേറ്റർ മാപ്പ് ഉണ്ടാക്കാനാണ്. ഇനി നമുക്ക് എന്താ ലൊക്കേറ്റർ മാപ്പ് ഉണ്ടാക്കാൻ വേണമെന്ന് വെച്ചാൽ ബാമ്പു ആണ്. ബാമ്പു ഉണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ഉണ്ടാക്കാമല്ലോ. എന്നിട്ട് നമുക്ക് ലൊക്കേറ്റർ മാപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയാണ് ഈ ബാമ്പൊക്കെ. ഇവിടെ ബാമ്പ് ഉണ്ടാകുന്ന സ്ഥലം സാൻഡുള്ള സ്ഥലമല്ലേ, അതാ കുറച്ച് ബാമ്പ് അവിടെ നിൽക്കുന്നുണ്ട്. പോയി നോക്കാം. നല്ല ബാമ്പ് ആയിരുന്നു. നിറയെ ബാമ്പുണ്ട് കേട്ടോ. ഓ നല്ല ഡാമേജ് കൊണ്ട് കഴിച്ചു. തൽക്കാലം ഫ്ലഷ് മാത്രം കഴിക്കുന്നുണ്ട്. ഫ്ലഷ് കഴിച്ചാൽ നിർത്തുള്ളൂ. എന്നാൽ നല്ല ഹെൽത്ത് കയറിയ അടിന്ന് ഒറ്റ കെട്ടി എല്ലാം കുടുങ്ങാളി. ബാമ്പ് ഉണ്ടാക്കാം. തൽക്കാലം നമുക്ക് 2 എണ്ണം പൊട്ടിക്കാൻ തൽക്കാലം. ഇനി മോളി പോവാ. തൽക്കാലം ഈത്ത ഒരെണ്ണം നമുക്ക് പിടിപ്പിക്കാം. ഇത് തൊടാം. ക്രീപ്പർ ഒന്നുമില്ല. ഇവിടെ ചുറ്റി തടിക്കണ ഗ്യാസ് അടിക്കുന്ന ഗൈസ്. ഞാൻ ഒന്നുകൂടി ഫ്ലഷ് കഴിഞ്ഞു. ഈ സോംബി ചത്ത വല്ല ഫ്ലഷ് ഉണ്ടോ? അവിടെ ഒരു ഫ്ലഷ് ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് കഴിഞ്ഞു. അയൺ പിക്കാസ് തറങ്ങി ഒന്ന് താഴെ ഇടാൻ മതി. അപ്പം ചാവും. നമ്മളങ്ങനെ ബാമ്പ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പേപ്പർ ആക്കണം എങ്ങനെയെന്ന് ആർക്കറിയാം ഗൈസ്. നമ്മളങ്ങനെ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഇതെന്താക്കണ്ടേ? പേപ്പർ ആക്കണ്ടേ? ഇതിൽ തൽക്കാലം അടിച്ചിട്ടെ പേപ്പർ. എന്തെങ്കിലും ബാമ്പുണ്ടല്ലോ ഗൈസ്.
പക്ഷെ എന്താണ് എനിക്ക് ഇതെടുക്കാൻ പറ്റാത്തേ? ഷുഗർ കെയിൻ അല്ലേ വേണ്ടപ്പോ? എന്താ ഇത്? ഷുഗർ കെയിൻ വേണ്ട. ഗൈസ് എന്തോ ഒരു സംശയം. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഇപ്പം വരെ ഗൈസ് കുറേ കാര്യം കണ്ടുപിടിച്ച് ഇങ്ങനത്തെ കണ്ടുപിടിക്കണ ഒത്ത കണ്ടുപിടിച്ചില്ല. 2-3 മിനിറ്റ് ആയിട്ടാണ്. നിങ്ങൾക്കത് ഷോർട്ട്സ് ആയിട്ടായിരുന്നു. ഞാൻ 2-3 മിനിറ്റ്. ഒരു തൊലിഞ്ഞ മഴ കാട കുട്ടി തോമ്പി വിളിക്കല്ലേ ചെറുക്ക പോടാ പെരെ പോടാ. പിന്നെ പാടി തൽക്കാലം ഒന്നുമില്ല. അപ്പം ഇവിടെ തുള്ളി കളിക്കുന്ന കുഞ്ഞു എത്ര പേരാ നിന്നെ കൊല്ലും ഗൈസ്. സാധനം കാണാനില്ലോ പണിവാളി. പണി പാളാതിരിക്കാൻ പിന്നെ പിക്കാസ് ടാക്സ് പോയാൽ പിന്നെ എന്തായാലും ഞാൻ പറ്റിയ ലൊക്കേറ്റർ മാപ്പ് തരയുണ്ട്. ഇനിയും കുറച്ച് മാപ്പ് എടുത്തിട്ട് ഞാൻ വരാം. അപ്പം ഗൈസ് നമ്മളുടെ വീഡിയോ സെറ്റ് ആവാറായിട്ടുണ്ട്. നേരെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ലൊക്കേറ്റർ മാപ്പ് എടുത്ത് നമ്മൾ മറ്റു സാധനം ഉണ്ടാക്കണം. മറ്റു സാധനം ഉണ്ടാക്കാൻ ലെതർ വേണം. അവിടുന്ന് പൊട്ടല്ലേ ആ ന്യൂബിടെ അവിടെ നിന്ന് ഒട്ടി ഗൈസ്. ആ ന്യൂബിടെ സാധനം അവിടെ നിന്ന് ഒട്ടി.